നെട്ടൂരിൽ നിന്ന് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറി പിടികൂടിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കണ്ടെയ്നർ ലോറിയിൽ എത്തിയ സംഘം കാർ മോഷ്ടിച്ചാണ് കടന്നു കളഞ്ഞത് എന്ന വിവരത്തെ തുടർന്നായിരുന്നു കേരള പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് സ്റ്റേഷന്റെ ശുചിമുറി പൊളിച്ച് രക്ഷപ്പെട്ട ഒരാളെ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് തന്നെ പിടികൂടുകയും ചെയ്തു. മോഷ്ടിച്ച കാർ അത് തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു. തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ ഗുരുപരപ്പള്ളിയിൽ നിന്നും ഇന്നലെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മാരുതി എക്കോ കാറായിരുന്നു മോഷണം പോയത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മോഷണം നടത്തിയത് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ ലോറിയിലുള്ള സംഘമാണെന്ന വിവരം പോലീസിന് ലഭിച്ചു. മോഷ്ടിച്ച കാർ ഉപയോഗിച്ച് സംഘം ATM കൊള്ളയടിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് പുലർച്ചെ 4:30 3 പേർ പനങ്ങാട് പോലീസിന്റെ പിടിയിലായത്. ഹരിയാന സ്വദേശികളായ നാജിർ അഹമ്മദ്, സഹീദ്, രാജസ്ഥാൻ സ്വദേശിയായ സൈക്കിളുമാണ് പിടിയിലായത്. തമിഴ്നാട് പോലീസിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുടനീളം ഈ കണ്ടെയ്നർ ലോറിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പുലർച്ചെ പരിശോധന നടത്തുമ്പോൾ കണ്ടെയ്നറിലുണ്ടായിരുന്നത് AC-യും അനുബന്ധ സാധനങ്ങളും ഒപ്പം ഗ്യാസ് കട്ടറും. 3 പേരെ പിടികൂടി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുമ്പോഴായിരുന്നു ഒരാൾ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയുടെ ജനൽ പൊളിച്ച് രക്ഷപ്പെട്ടത്. സമീപവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെട്ടയാളെ പോലീസ് സ്റ്റേഷന് സമീപമുള്ള പ്രദേശത്ത് നിന്ന് കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള കാർ മോഷ്ടിച്ചത് ഇവർ തന്നെയെന്ന് വ്യക്തമായി. വാഹനത്തിൽ അങ്ങനെ ഒരു ഗ്യാസ് കട്ടറോ ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അതിന്റെ നടപടി ഉണ്ടാവും. നമ്മളിവരെ സംശയാസ്പദമായി കൊണ്ടുവന്നതാണ്. അവർ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അതിന്റെ പേരിലൊരു കേസുണ്ട്. ഇവർക്ക് പ്രീവിയസ് കേസിന്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ടും കൂടിയാണ്. കൊച്ചിയിലെ ഷോറൂമിലേക്ക് AC-യുമായി എത്തിയപ്പോഴായിരുന്നു കാർ മോഷ്ടിച്ചത്. ശേഷം തമിഴ്നാട്ടിൽ തന്നെ ഇവർ കാർ ഉപേക്ഷിച്ചു. മോഷ്ടിച്ച കാർ തമിഴ്നാട് പോലീസ് കണ്ടെത്തി. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. തമിഴ്നാട്ടിലെ കാർ മോഷണത്തിൽ പ്രതികൾക്ക് പങ്കുണ്ട് എന്നത് അന്വേഷണത്തിൽ നിന്നും വ്യക്തമാണ്. ഇനി എന്തിനാണ് ഗ്യാസ് കട്ടർ സൂക്ഷിച്ചത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.